നമ്മുടെ രാഹുൽ ഗാന്ധി വലിയൊരു വിഷയമായി വന്നു, അത് ചീറ്റിപ്പോന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് വരുന്നത്. കാരണം വോട്ടർമാർ തന്നെ, അദ്ദേഹം പറയുന്നത് ഡബിൾ വോട്ടർമാർ എന്നൊക്കെ പറയുന്ന വോട്ടർമാർ തന്നെ രംഗത്ത് വന്നു തുടങ്ങി. ഇന്നലെ കർണാടകത്തിൽ വോട്ടർമാർ വന്നു. അതുപോലെ ഒരു മുറിയിൽ 86 പേർ താമസിച്ച് വോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞു. ആ മുറിയുടെ ഉടമ ഇന്നലെ വന്നു. നല്ല രസമാണ്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹം വീണ്ടും വീണ്ടും കോമാളിയാകുമോ എന്നുള്ളതാണ് വിഷയം. കാരണം ആരാണ് ഇദ്ദേഹത്തെ ഇതൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പിന്നെ ടിക്കാറാം മീണ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, നേരത്തെ കേരളത്തിലുണ്ടായിരുന്ന ടിക്കാറാം മീണ IAS, അദ്ദേഹം നോർത്ത് ഇന്ത്യക്കാരനും കൂടിയാണ്. കേരളത്തിലുള്ള ഒരാളാണെങ്കിൽ ഇനി BJP അനുകൂലം പറയുന്നു എന്ന് പറയാം. നോർത്ത് ഇന്ത്യയിലുള്ള ടിക്കാറാം മീണ വരെ പറഞ്ഞിരിക്കുന്നു. ഇതൊക്കെ എന്താണ് പറയുന്നത്? ഇരട്ടിപ്പുണ്ടെങ്കിൽ പരാതി കൊടുത്താൽ അപ്പം നീക്കം ചെയ്യും, അതാണ് പ്രൊസീജിയർ. ഇരട്ടിപ്പുണ്ടെങ്കിൽ കണ്ടുപിടിച്ചാൽ പരാതി. ഇനി രണ്ടിടത്തും പോയി വോട്ട് ചെയ്തെന്നാണോ? ബാംഗ്ലൂരിലുള്ള ആൾ ബാംഗ്ലൂരിൽ പാർലമെന്റ് വോട്ട് ചെയ്തിട്ട് അയാൾ ഫ്ലൈറ്റ് പിടിച്ച് ഉത്തർപ്രദേശിൽ പോയി അവിടെ വോട്ട് ചെയ്തെന്നാണോ? എന്താണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത്? രണ്ടിടത്ത് വോട്ടുണ്ട്, ശരി, അദ്ദേഹത്തിന് ഉത്തർപ്രദേശിൽ വോട്ടുണ്ട്, ഇവിടെ വോട്ടുണ്ട്. എവിടെയാണ് വോട്ട് ചെയ്തത്? രണ്ടിടത്ത് വോട്ട് ചെയ്തോ? ഇനി ഇതേ അവിടെ പോയി വോട്ട് ചെയ്തോ? അത് കള്ള വോട്ട് ചെയ്തോ? ഇത് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരണം. അപ്പോഴിതാ പുതിയ വിവാദം വരുന്നു. എന്താ പുതിയ വിവാദം? നമ്മുടെ അനൂപ് ആന്റണി, BJPയുടെ ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പത്രസമ്മേളനം വഴി പത്രക്കുറിപ്പ്, പ്രസ് മീറ്റ് വഴി രംഗത്ത് വന്നിട്ടുണ്ട്. അതോ പത്രക്കുറിപ്പാണോ? രംഗത്ത് വന്നിട്ടുണ്ട്. എന്താ വന്നിരിക്കുന്നത്? കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വോട്ടേഴ്സ് ലിസ്റ്റിൽ വ്യാപക ക്രമക്കേടാണ്, അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിരിക്കുകയാണ്. കൊടുക്കാൻ പോവുകയാണ്. കൊടുക്കുമെന്നാണ് ഇന്നലെ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ ദിവസം അപ്പോൾ കൊടുക്കുമെന്ന്, അല്ലെങ്കിൽ അടുത്ത ദിവസം കൊടുക്കുമായിരിക്കും. എന്തായാലും നല്ല ജഗപുകയാണ്. ഇതിനിടയിൽ സുനിൽകുമാർ കയറി വന്നിട്ടുണ്ട്. എവിടെ ആര് ചത്താലും നമ്മൾ ആടിനെ പുടുക്കറക്കും എന്നൊരു പരമൊഴിയുണ്ട്. എന്ന് പറഞ്ഞാൽ ആര് ചത്തെന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ആട്ടിൻകുട്ടിയെ പിടിച്ച് അതിൻ്റെ പുടുക്കറക്കും എന്നും, അതിനാണ് കിടക്കപ്പുറതിയില്ലാത്തത്. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ കിടക്കപ്പുറതിയില്ല. കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോഴും സുരേഷ് ഗോപിക്ക് കിടക്കപ്പുറതിയില്ല. കന്യാസ്ത്രീയെ വിട്ടപ്പോഴുമില്ല. ഇപ്പോൾ ഒരു അച്ഛൻ ഇന്നലെ പറഞ്ഞിരിക്കുന്നു, അച്ഛനൊക്കെ എന്തിൻ്റെ കേടാണെന്നറിയാം. അച്ഛൻ പറഞ്ഞിരിക്കുന്നു, നമ്മളൊരു സിനിമാ നടനെ ജയിപ്പിച്ച് വിട്ടു, ആ സിനിമാ നടനെ ഇപ്പോൾ അവിടെയും കാണാനില്ല, ഇവിടെയും കാണാനില്ല, എവിടെയും കാണാനില്ല. അച്ഛനൊക്കെ എന്തിൻ്റെ കേടാണെന്നറിയോ? കന്യാസ്ത്രീകളെ പുറത്ത് വിട്ടതേ ഉള്ളൂ അച്ഛൻ. അവർ ഇനിയും കേസും പരിപാടിയും, ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ എന്തിനാണ് ഒരു സൗഹൃദം? നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഒരു സൗഹൃദത്തിലേക്ക് പോകൂ, അത് ഒരു വിഷയം. നിങ്ങളുടെ MP അല്ലേ, മന്ത്രിയല്ലേ, എന്തിനാണ് അദ്ദേഹത്തെ പഠിപ്പിക്കുന്നത്? അതവിടെ നിൽക്കട്ടെ. സുനിൽകുമാർ രംഗത്ത് വന്നിട്ടുണ്ട്. മുൻ മന്ത്രിയും സുരേഷ് ഗോപിയോടൊപ്പം തോറ്റ VS സുനിൽകുമാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാനും തോറ്റത് കള്ളവോട്ടിലൂടെയാണോ? ഇത് ആരോടാ പറയുന്നത്? ഇതൊക്കെ കാലാകാലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുക, കോടതിയിൽ പരാതി കൊടുക്കുക, തെളിവുകൾ കൊടുക്കുക. രാഹുൽ ഗാന്ധി പറയുന്നൊരു വാദമുണ്ട്, ഞാൻ എന്തുകൊണ്ട് കോടതി പോയെന്ന് പറഞ്ഞാൽ കോടതി എനിക്ക് വിശ്വാസമില്ല, മോഡി ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകാത്തത് പത്രക്കാർ ചോദിച്ചപ്പോൾ അതിനെയും എനിക്ക് വിശ്വാസമില്ല, അത് മോഡിയുടെ ആളുകളാണ് അവിടെ വച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? രാഹുൽ ഗാന്ധിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒന്നുകിൽ മിണ്ടാതിരിക്കുക. കാരണം ഈ രാഷ്ട്രം ഫാസിസമായി പോയി, കുഴപ്പമായി പോയി, ഇനി ഇവിടെ ജനാധിപത്യമില്ല, കംപ്ലീറ്റ് തകർന്നു പോയി. അതുകൊണ്ട് മിണ്ടാതിരിക്കുക. അതിന് മിണ്ടാതിരുന്നിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്ത് പോയി ജീവിക്കുക. താങ്കൾ ലോകത്തിലെ എല്ലാ രാജ്യത്തും പോകുന്നുണ്ട്, എവിടെയെങ്കിലും പോയി ജീവിക്കുക. ഇന്ത്യ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും എന്ന് വിചാരിക്കുക. അല്ലാതെ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, ഇപ്പോൾ അനൂപ് ആന്റണി പറഞ്ഞിരിക്കുന്നത് BJPക്കാർ കൃത്യമാണല്ലോ, അത് അവർ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു, വളരെ കൃത്യമാണ്. അങ്ങനെ പറയുമ്പോൾ ഇതെന്തുകൊണ്ട് ഇപ്പുറത്ത് കേസ് കൊടുക്കാത്തെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് സമീപിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ അതിനുത്തരമില്ല. കർണാടകത്തിലെ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമില്ല. യാതൊരു ഉത്തരവുമില്ലാത്ത കുറേ ചോദ്യങ്ങളുമായി ഏറിൽ നിന്ന് അവസാനം രാഹുൽ ഗാന്ധി ഏറിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ചിലപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ കേസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം താഴേക്ക് വരുമായിരിക്കും. എന്തായാലും വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം എറിഞ്ഞ പടക്കം പൊട്ടുന്നതെല്ലാം നനഞ്ഞ പടക്കമായിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെന്ന് പറഞ്ഞ് കൃത്രിമമെന്നൊക്കെ പറഞ്ഞതിൽ കുറേ കുടുംബങ്ങൾ വന്ന് തന്നെ പറയുന്നു, ഞങ്ങൾ കറക്റ്റ് വോട്ടുകാരാണ്, ഞങ്ങൾക്ക് വേറെ വോട്ടില്ല. അതുപോലെ തന്നെ ഒരു മുറിയിൽ 86 താമസിച്ച് വോട്ട് ചെയ്തു എന്നൊക്കെ പറയുന്നതിനൊക്കെ വലിയ ഒരു കള്ളമാണെന്നുള്ള രീതിയിൽ അതിൻ്റെ ഉടമസ്ഥൻ വന്നു. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി പുതിയ തെളിവുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങ് കുറച്ചുകൂടി ബലമുള്ള ഏതെങ്കിലും കാര്യങ്ങളുടെ ഒരു തെളിവുമായി വരണം. അല്ലെങ്കിൽ ഇതിൽ നല്ല തെളിവുണ്ടെങ്കിൽ താങ്കൾ ഇലക്ഷൻ കമ്മീഷനെയും കോടതിയെയും സമീപിക്കുക. അവിടെ നിന്ന് നല്ല തെളിവെടുപ്പ് നടക്കട്ടെ. അതോടൊപ്പം കേരളത്തിൽ ഈ പറഞ്ഞ പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുള്ള ക്രമക്കേടുകളെക്കുറിച്ചും വന്നിട്ടുണ്ടെങ്കിൽ നന്നായി അത് അന്വേഷണം നടക്കട്ടെ.